ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഗവൺമെന്റിന് പങ്കാളിയായിരുന്നില്ല. ഞാൻ അതില് 8 വർഷം പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ. 8 വർഷം പിണറായി തന്നെയായിരുന്നില്ല മുഖ്യമന്ത്രി. പിണറായി മുഖ്യമന്ത്രിയായി ഇപ്പൊ ഈ അവസാന കാലഘട്ടത്തിൽ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളതാണ്. പോലീസിൽ നടക്കുന്ന വർഗീയവൽക്കരണം, RSSന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ പ്രവർത്തനം, അതിന് നേതൃത്വം നൽകുന്ന ADGP അജിത് കുമാർ, അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള ഇവിടെ നടന്ന കള്ളക്കടത്ത്, ഇവിടെ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, ഈ വിഷയങ്ങളാണ് ഈ ഗവൺമെന്റ് എതിരെ ഉന്നയിച്ചത്. ആ വിഷയങ്ങൾ ഇപ്പോഴും അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള മറ്റൊരു വിഷയമാണ് ഇപ്പൊ ഈ വന നിയമ ഭേദഗതി എന്ന് പറയുന്നത്. നമുക്കത് പോലീസാണ്, ഫോറസ്റ്റിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, പറ്റുമോ? അപ്പം ഈ ഗവൺമെന്റിനെ, ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. ആ സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റിനെ താഴെ ഇനി 1.5 വർഷം ഉണ്ടല്ലോ, ആ 1.5 വർഷവും ഈ പോരാട്ടം ഞാൻ നടത്തും. അതിന് പൊതുസമൂഹത്തിൽ നിന്ന് ആരാണോ സഹകരിക്കുന്നത് അവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട്. അത് അണ്ണാരക്കണ്ണനും തന്നാലായത്, അത്രയതിലുള്ളൂ. അല്ല, രാഷ്ട്രീയ പാർട്ടികളോട് അവരുടെ ഒക്കെ ഇപ്പൊ നമ്മൾ തേടിയ രാഷ്ട്രീയ പിന്തുണയല്ലല്ലോ. ഇതൊരു സാമൂഹിക വിഷയമാണ്. ഇതിലൊരു സാമൂഹിക പിന്തുണയും അതിനുള്ള ധാർമ്മിക പിന്തുണയാണ് തേടിയത്. ഞാനിത് എന്റെ എന്താ പറയാ DMK എന്ന് പറയുന്ന നമ്മൾ സോഷ്യൽ സംഘടനയുടെ പേരിലല്ലല്ലോ ഇത് വെച്ചിട്ടുള്ളത്. ഇതൊരു ജനകീയ യാത്ര, മനുഷ്യർക്ക് മുഴുവൻ പങ്കെടുക്കാനും സംസാരിക്കാനും പ്രതിഷേധം അറിയിക്കാനും ഈ ഗവൺമെന്റിനെ കൊണ്ട് അവരുടെ ഈ നിലപാട് അസംബ്ലിക്ക് മുമ്പ് തിരുത്തിക്കാനുമുള്ള ഒരു പരിശ്രമം. അത് അണ്ണാരക്കണ്ണനും തന്നാലായത്, അത്രയതിലുള്ളൂ. ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. അത് അണ്ണാരക്കണ്ണനും തന്നാലായത്. ഞാൻ ഈ ഗവൺമെന്റിന് പങ്കാളിയായിരുന്നില്ല. ഞാൻ അതില് 8 വർഷം പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ. 8 വർഷം പിണറായി തന്നെയായിരുന്നില്ല മുഖ്യമന്ത്രി. അവരുടെ ഈ നിലപാട് അസംബ്ലിക്ക് മുമ്പ് തിരുത്തിക്കാനുമുള്ള ഒരു പരിശ്രമം. അത് അണ്ണാരക്കണ്ണനും തന്നാലായത്, അത്രയതിൽ. ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. അത് അണ്ണാരക്കണ്ണനും തന്നാലായത്, അത്രയതിലുള്ളൂ.